അപ്പോൾ എങ്ങനെയാ നമുക്കൊരുമിച്ച് ബ്ലെൻഡർ പഠിക്കല്ലേ. സോ വെൽക്കം ടു എഫ് ആൻഡ് പൈ. അപ്പോൾ നമ്മളിന്ന് കവർ ചെയ്യുന്നത് ബ്ലെൻഡറിലെ വ്യൂ പോർട്ടിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ്സ് ആണ്. ഇപ്പോൾ ബ്ലെൻഡറിൽ കുറേ ടൈപ്സ് ഓഫ് മോഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് വ്യൂ പോർട്ട് ഷെയ്ഡിങ് മോഡ്സ്, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ് നോക്കാം. ഇപ്പോൾ വ്യൂ പോർട്ടിലെ ഷെയ്ഡിങ് മോഡ്സ് കാണാൻ എവിടെ പോകണം? ജസ്റ്റ് നമ്മൾ ഈ ഇൻ്റർഫേസ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ജസ്റ്റ് ഹോവർ ചെയ്താൽ കാണാം. ഇവിടെ കാണാം കുറേ ഓപ്ഷൻസ് കാണാം. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയ്ഡിങ് മോഡ്സ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഓപ്ഷനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഷെയ്ഡിങ് മോഡാണ് വയർ ഫ്രെയിം. വയർ ഫ്രെയിം പറഞ്ഞാൽ എന്താ, ജസ്റ്റ് നിങ്ങളൊരു സ്കെൽട്ടൺ പോലെ വിചാരിച്ചാൽ, ഒരു 3Dൻ്റെ സ്കെൽട്ടൺ പോലെ കണ്ടോ. അതിൻ്റെ ബേസിക് ഫോംസ് ആണ്. നമുക്ക് ചില ഡിഫോർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്ന സംഭവമാണ് വയർ ഫ്രെയിമിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എക്സ്റേ മോഡ്. എക്സ്റേ മോഡ് ജസ്റ്റ് ഇതാ ഇവിടെ പോയിട്ട് ഹോവർ ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് ഉൾവശവും കാണാം. ജസ്റ്റ് ചേഞ്ച് നോക്കിക്കൊണ്ട് ഇതാണ് വ്യൂ പോർട്ടിലെ വയർ ഫ്രെയിം മോഡ്. അതിന് കൂടെ എക്സ്റേ ഓൺ ആക്കുമ്പോൾ എന്തായി, കുറച്ചും കൂടി എന്തായി അതിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റി. മറ്റേ ജസ്റ്റ് എന്താക്കുക, ഇതിൻ്റെ പുറമേ ഉള്ളതിൻ്റെ ഒരു വയർ ഫ്രെയിമാണ്. ബട്ട് എക്സ്റേ ഓൺ ആക്കുമ്പോൾ എന്താവും, ടോട്ടലി ഇൻസൈഡിലെ ഭാഗങ്ങൾ കാണാൻ പറ്റും. ബേസിക്കലി എന്താ, ഒരു സ്കെൽട്ടൺ ആണ്. ഒരു സ്കെൽട്ടൺ വ്യൂ കിട്ടാൻ എന്ത് യൂസ് ചെയ്യുക, വയർ ഫ്രെയിം മോഡ് യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എക്സ്റേ മോഡ് യൂസ് ചെയ്യുക. എക്സ്റേ മോഡ് ആക്റ്റീവ് ആക്കാനുള്ള ഷോർട്ട് കട്ടാണ് Alt+Z. Alt+Z കൊടുത്താൽ എക്സ്റേ മോഡ് ഓൺ ആവും. ഓക്കെ, ജസ്റ്റ് എൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഓണാക്കി തരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി തരാം. Alt+Z കൊടുത്താൽ വയർ ഫ്രെയിം ആൻഡ് എക്സ്റേ മോഡ്സ് തമ്മിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക്കലി എക്സ്റേ ഷെയ്ഡിങ് മോഡ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ നോക്കാനുള്ളത് സോളിഡ് വ്യൂ പോർട്ട് ഷെയ്ഡിങ് മോഡ്. അപ്പോൾ അത് നമുക്ക് അടുത്ത് കവർ ചെയ്യാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വ്യൂ പോർട്ട് ഷെയ്ഡിങ് മോഡാണ് ഏത്, സോളിഡ് മോഡ്. ഇപ്പോൾ എന്താണ് സോളിഡ് മോഡ്? സോളിഡ് മോഡ് കാണിക്കുന്നത് എന്തൊക്കെയാണ്, ആകെ ഒബ്ജക്റ്റിൻ്റെ ഫോം കാണാൻ പറ്റും. ഒരു ബേസിക് കളർ ഉണ്ടാവും, ബേസിക്കലി ഒരു ഗ്രേ കളർ ഉണ്ടാവും. ഇതൊരു ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ പറഞ്ഞാൽ ഇത് ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊന്നും ലാഗ് ആവില്ല. ജസ്റ്റ് ഏറ്റവും മോഡൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മോഡാണ് സോളിഡ് മോഡ്. ബേസിക്കലി ഇത് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഈ മോഡായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ആൻഡ് ഇതിലൊരു മെറ്റീരിയൽ വർക്ക് കാണാൻ പറ്റില്ല, ടെക്സ്ചറിങ് കാണാൻ പറ്റില്ല, ആൻഡ് ഫൈനൽ റെൻഡർ ലൈറ്റിംഗ് ഒന്നും കാണാൻ പറ്റില്ല. ആൻഡ് ഇത് കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത് ഒരു ബേസിക് മോഡലിംഗ് വർക്കിനാണ്. കാരണം ഇത് സിമ്പിളാണ്, ഡിസ്ട്രാക്ഷൻ ഫ്രീ ആണ്, ആൻഡ് ക്ലീനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സോളിഡ് മോഡ്. ഓക്കെ, നേരത്തെ പറഞ്ഞ വയർ ഫ്രെയിം ആയിരുന്നു, ഇത് രണ്ടാമത്തെ ഷെയ്ഡിങ് മോഡാണ്. ഇതിൻ്റെ പേരാണ് സോളിഡ് മോഡ്. ഇതായിരിക്കും അധികം ഡിഫോൾട്ടായിട്ട് കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത മോഡ് നോക്കാം, അതായിരിക്കും മെറ്റീരിയൽ മോഡ്. അപ്പോൾ അതെന്തായാലും ചെക്ക് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് അടുത്തതാണ് മെറ്റീരിയൽ മോഡ്. അപ്പോൾ നേരത്തെ സോളിഡ് മോഡ് പറഞ്ഞ് വിചാരിച്ചാൽ നിങ്ങളൊരു പെൻസിൽ എടുത്ത് വരയ്ക്കുക വിചാരിച്ചു, ഒരു ഡ്രോയിങ് ചെയ്യാണ്. അപ്പോൾ ആദ്യം പെൻസിലോണ്ട് വരയ്ക്കുമ്പോഴുള്ള മോഡാണ് ഏത്, സോളിഡ് മോഡ്. ഇനി നമ്മൾ വിചാരിക്കുകയാണ് ഇതിൻ്റെ കളറായിട്ടുള്ള എങ്ങനെ, ഇതിൻ്റെ ഒരു കുറച്ച് കളർ കൊടുത്താൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കളറൊക്കെ അപ്ലൈ ചെയ്താൽ അതെങ്ങനെയാണ് ഉണ്ടാവണമെന്ന് കാണണമെങ്കിൽ മെറ്റീരിയൽ മോഡ് പോയാലേ കാണാൻ പറ്റുള്ളൂ. ഈ വയർ ഫ്രെയിം പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഹോവർ ചെയ്തൊന്നും കാണാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ അടിക്കണം, എന്താക്കുക, മെറ്റീരിയൽ മോഡ്. ഇതാ മൂന്നാമത്തെ ഐക്കണാണ്, ആ സെലക്ട് ആക്കിയാൽ എന്തായി മെറ്റീരിയൽ മോഡിലെത്തും കണ്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും എന്താക്കുക, നമ്മളൊരു മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഇതിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ ലൈറ്റിംഗ് ഒന്നും ഫൈനൽ ലൈറ്റിംഗ് ആയിരിക്കില്ല. ജസ്റ്റ് എന്താക്കുക, നമുക്ക് മെറ്റീരിയൽ കാണിക്കാൻ വേണ്ടിയുള്ള ബേസിക് ലൈറ്റിംഗ് മാത്രമായിരിക്കും. നിങ്ങൾ ഔട്ട് എടുക്കുമ്പോൾ ഒന്നും ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഔട്ട് ആയിരിക്കില്ല കിട്ടുക. ഇത് ജസ്റ്റ് എന്താ, നിങ്ങൾ മെറ്റീരിയൽ എങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡാണ്. ജസ്റ്റ് എന്താ, നിങ്ങൾ പേപ്പറിൽ കളർ കൊടുത്തില്ല, കളർ കൊടുത്ത ശേഷം എങ്ങനെയായിരിക്കും കാണാനുള്ളൊരു മോഡാണ് ഇത്. നേരത്തെ ആണെങ്കിൽ പെൻസിൽ കൊണ്ട് വരച്ചു, അതിൻ്റെ മേലെ കളർ കൊടുത്തു. അപ്പോൾ കളർ കൊടുത്ത് കാണാനുള്ള മോഡാണ് മെറ്റീരിയൽ മോഡ്. ആൻഡ് അടുത്തതാണ് നമ്മൾ ഫൈനൽ മോഡ്, അതാണ് റെൻഡേർഡ് മോഡ്. റെൻഡേർഡ് മോഡ് ആയിരിക്കും നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാവുക. കാണാൻ എങ്ങനെയുള്ള ലുക്ക് ഫൈനലായിട്ട് കാണുന്നത് ഈ മോഡിലായിരിക്കും.
സോ അതെന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ മെറ്റീരിയൽ മോഡ് കഴിഞ്ഞു. അടുത്തതാണ് നമ്മൾ ഫൈനൽ മോഡ്, റെൻഡേർഡ് മോഡ്. റെൻഡേർഡ് മോഡ് എടുക്കാൻ എന്താ ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ പോയി ക്ലിക്ക് ചെയ്താൽ റെൻഡേർഡ് മോഡ്. അപ്പോൾ ഇതിലായിരിക്കും നമ്മൾ ഫൈനൽ കൊടുത്ത ലൈറ്റിംഗ് ഒക്കെ, ഒരു സിനിമാറ്റിക് ലൈറ്റിംഗ് ആയാലും റിയലിസ്റ്റിക് ഷാഡോസ് കാണണമെങ്കിലും, പിന്നെ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻജിൻസ് ഉണ്ട്, ലൈക്ക് റെൻഡർ ചെയ്യാനുള്ള സൈക്കിൾസ് ഉണ്ട്, EV ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഔട്ട് കാണാനുള്ള ഓപ്ഷനാണ് റെൻഡേർഡ് വ്യൂ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങളൊരു ഔട്ട് ഉണ്ടാവുക. അപ്പോൾ വെറുതെ നിങ്ങൾ ജസ്റ്റ് മെറ്റീരിയൽ പോയിട്ട് ഇതാണ് വിചാരിച്ചിട്ട് കൺഫ്യൂഷൻ അടിക്കരുത്. ഔട്ട് ഫൈനൽ ഔട്ട് കാണാൻ എന്താക്കണം, എപ്പോഴും റെൻഡേർഡ് വ്യൂ തന്നെ എടുക്കണം. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കുറേ ലൈറ്റിംഗ്, റിയലിസ്റ്റിക് ആയിട്ട് ലൈറ്റിംഗ് കാണാൻ പറ്റും. ഇതിൽ അത്യാവശ്യം ടൈം എടുക്കും കേട്ടോ. ലാപ്ടോപ്പിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോർമലി ഒന്ന് വെറുതെ ഒന്ന് നോക്കാൻ, ലൈക്ക് ഫോം മാത്രം അറിയണമെങ്കിൽ എപ്പോഴും എന്താക്കുക, സോളിഡ് മോഡ് എടുക്കുക. ബട്ട് ഫൈനൽ ഔട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും എന്താക്കണം, നമ്മൾ മെറ്റീരിയൽ വ്യൂ തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മോഡ്സാണ് നമ്മൾ ബ്ലെൻഡേഴ്സിലുള്ളത്, ബ്ലെൻഡറിൻ്റെ സോഫ്റ്റ്വെയറിലുള്ളത്. അപ്പോൾ ഇതെടുക്കാനുള്ള ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഷോർട്ട് കട്ടാണ് സെഡ് അടിച്ചാൽ അങ്ങനെ ഓവർ ആയി വരുന്നുണ്ടോ. ഇപ്പോൾ ഷോർട്ട് കട്ട് സെഡ് അടിച്ച ശേഷം 4 കൊടുക്കുകയാണെങ്കിൽ വയർ ഫ്രെയിം ആവും, 8 കൊടുത്താൽ റെൻഡേർഡ് ആവും, 6 കൊടുത്താൽ സോൾഡ് ആവും, 2 കൊടുത്താൽ മെറ്റീരിയൽ ആവും. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹോവർ ചെയ്തോ, ജസ്റ്റ് സെഡ് കൊടുക്കുക, ഹോവർ ചെയ്യുക, സെഡ് കൊടുക്കുക, ഹോവർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലെൻഡറിലെ വ്യൂ പോർട്ട് ഷെയ്ഡിങ് മോഡ്സ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾ കമൻസിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഇൻ്റർഫേസിൻ്റെ ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് കൺഫ്യൂഷനായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇവിടെ കുറേ ഐക്കൺസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതാ ഇവിടെ കിടക്കുന്ന ഓവർലേസിൻ്റെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇനി അടുത്ത വീഡിയോയിൽ നോക്കാനുള്ളത്. ഔട്ട്ലൈനറിൻ്റെ പ്രത്യേകതകളുണ്ടാവും. അപ്പോൾ നെക്സ്റ്റിൽ എന്താക്കുക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് സീ യു സൂൺ.